ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ പുരുഷൻ ജോൺ ആൽഫ്രഡ് ടെന്നിസ് വുഡ് അന്തരിച്ചു. 112-ാം വയസ്സിലായിരുന്നു അന്ത്യം. 1912 ഓഗസ്റ്റ് 26-ന് ടെന്നിസ് വുഡിന്റെ ജനനം. ഈ വർഷം ഏപ്രിലിലാണ് അദ്ദേഹത്തെ ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സ് ലോകത്തിലെ ഏറ്റവും പ്രായമേറിയ പുരുഷനായി അംഗീകരിച്ചത്. ഇംഗ്ലണ്ടിലെ ലിവർപൂളിലായിരുന്നു അന്ത്യം. 2 ലോക മഹായുദ്ധങ്ങൾ ഉൾപ്പെടെ നിരവധി ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മനുഷ്യനാണ് കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞത്. ഐസൻ ജീവിതം കൊണ്ട് ലോകത്തെ അതിശയിപ്പിച്ച ഒരു മനുഷ്യനാണ് ജോൺ ആൽഫ്രഡ് ടെന്നിസ് വുഡ് എന്ന് പറയുന്നത്. അദ്ദേഹം അന്തരിച്ചിരിക്കുകയാണ്. എപ്പോഴായിരുന്നു അന്ത്യം? മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ദേവിക, ഇന്നലെയായിരുന്നു അദ്ദേഹത്തിന്റെ അന്ത്യം സംഭവിച്ചത് എന്നാണ് കുടുംബം അറിയിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്, ജീവിതം കൊണ്ട് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ്. 2 ലോക മഹായുദ്ധങ്ങൾ 1914 ആരംഭിച്ചതും 1939 ആരംഭിച്ചതുമായ 2 മഹാലോക യുദ്ധങ്ങളെ നേരിട്ട് കണ്ട ഒരു വ്യക്തി. ആ ലോക യുദ്ധങ്ങളിലെല്ലാം തന്നെ ഡിഫൻസ് അക്കൗണ്ട് സർവീസിലെല്ലാം തന്നെ തന്റെ രാജ്യത്തിന് വേണ്ടി ജോലി ചെയ്തൊരു വ്യക്തി കൂടിയാണ് ജോൺ ആൽഫ്രഡ് എന്ന് പറയുന്ന ഈ വ്യക്തി, ഈ ടെന്നിസ് വുഡ് എന്ന് പറയുന്ന വ്യക്തി. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, 112 വയസ്സാണ് അദ്ദേഹത്തിന്. നേരത്തെ 114 വയസ്സുള്ള ഒരു വ്യക്തിയുടെ മരണം ഏപ്രിലിൽ സംഭവിച്ചതിനെ തുടർന്ന് ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ്സ് അദ്ദേഹത്തെ ലോകത്തെ ഏറ്റവും പ്രായം കൂടിയ മനുഷ്യനായി ഡിക്ലെയർ ചെയ്യുകയായിരുന്നു. ആ ഡിക്ലറേഷന്റെ അടിസ്ഥാനത്തിലാണ് ഏറ്റവും പ്രായം കൂടിയ പുരുഷൻ മരണപ്പെട്ടു എന്ന ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്നതാണ്, ടൈറ്റാനിക് മുങ്ങിയ അതേ വർഷം തന്നെയാണ് അദ്ദേഹം ജനിച്ചത് എന്നാണ്. ടൈറ്റാനിക് 1912-ലാണ് മുങ്ങുന്നത്. അതേ വർഷം തന്നെ ഇദ്ദേഹം ജനിച്ചിരിക്കുന്നു. അത്തരത്തിൽ വലിയൊരു ജീവിത പാന്താവ് തന്നെ വെട്ടിത്തെളിച്ച വ്യക്തിയാണ് ജോൺ ആൽഫ്രഡ് എന്ന് പറയുന്ന ഏറ്റവും പ്രായമേറിയ പുരുഷൻ. ദേവിക. ശരി.